കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞങ്ങള് തമ്മില് അടിച്ചു പിരിയണം തന്നെയാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. ഏതായാലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി എന്റെ നാവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. രണ്ടും തമ്മിൽ അടിച്ചു പിരിഞ്ഞത് തന്നെ യാതൊരു സംശയമില്ല. ദുർഗേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ രണ്ടും രണ്ട് വഴിക്കാവും. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ് നാം ജീവിക്കേണ്ടത്. എനിക്കിനി ആദിയെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അയ്യോ, എന്റെ സ്ഥാനത്തേക്ക് ആദിയെ ക്ഷണിക്കണം. എന്നെ തുളസി ഒപ്പ്. ഈശ്വര, എന്റെ ദൈവമേ, ഇത് കേൾക്കാനല്ലേ ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത്. എന്തൊരു സന്തോഷ വാർത്ത ഇത്. ദൈവമേ, നിനക്കൊരായിരം നന്ദി. അയ്യോ, ഇത് എവിടെ വെക്കും? ഈ സുലുവാന്റെ എന്താ ഇത്ര താമസിക്കുന്നേ? അവളെ നമ്മൾ ഒരു കാര്യം ചുമതലപ്പെടുത്തി അയച്ചതല്ലേ. അതെങ്ങനെയെന്ന് തിരക്കി അറിയാതെ അവക്ക് തിരികെ വരാൻ പറ്റുമോ? അവളത്ര പൊട്ടിയൊന്നുമല്ല. കാര്യങ്ങൾ അറിയാതെ അവള് വരില്ല, പ്രത്യേകിച്ച് അപ്പച്ചി അയച്ചതുകൊണ്ട്. മാമൂസേ, ദേ സുലുവാന്റി വന്നല്ലോ. ചിരിച്ചു രസിച്ചാണല്ലോ വരവ്. വിവരങ്ങൾ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കാന്ന് എനിക്കറിയാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹാപ്പി ന്യൂസ്! ഇവള് തുളസിയും ആദിയും തമ്മില് എന്നേക്കുമായി പിരിയും. അക്കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയം വേണ്ട. ശാന്തേട്ടൻ ഡിറ്റക്റ്റീവ് നോവല് വായിച്ചിട്ടേ എന്നോട് കഥ പറയും പോലെ നീ ഇങ്ങനെ സസ്പെൻസിൽ നിർത്താത്ത കാര്യം പറ സുലു. അയ്യോ, അവര് തമ്മിൽ പിരിയും എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? കാര്യം എന്താന്ന് പറയാൻ പറയേ സുലു, കാര്യം പറ. ഒന്നാം തരം ഒരു തെളിവ് കാണിച്ചു തന്നാ സന്തോഷാവോ? എന്ത് തെളിവ്? ഒരെഴുത്ത്. എഴുത്തോ? കണ്ടടേ. ഇതേ തുളസി എഴുതി അവളുടെ മേശപ്പുറത്ത് രഹസ്യമായി വെച്ച ഒരു കത്ത. അത് ഞാനിങ്ങനെ നൈസായി അടിച്ചോണ്ട് പോന്നു. അമ്പടി കള്ളി, നീ കൊള്ളാലോ. നിന്നെ ഞാൻ എന്റെ പ്രധാന ശിഷ്യയായി നിയമിച്ചു. നീ ആ കത്തിങ് തന്നെ. ഇത് ഞാൻ വായിക്കാൻ ദുർഗേച്ചി. ആദിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ് നാം ജീവിക്കേണ്ടത്. എനിക്കിനി ആദ്യം ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ സ്ഥാനത്തേക്ക് ഇനി ആദിയെ ക്ഷണിക്കണം. അയ്യോ, എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? ഇതിനാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. എന്നായാലും ദൈവം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കൂടെ തന്നെ വരും. എന്തായാലും എന്റെ കുഞ്ഞൂസിന് സന്തോഷമായല്ലോ. സന്തോഷായി മാമൂസേ. അവള് തന്നെ ഒഴിഞ്ഞു പോവാൻ തീരുമാനിച്ചല്ലോ. സുലു, നിന്നെ ഓർത്ത് എനിക്ക് ഇപ്പോഴാ കുറച്ച് അഭിമാനമൊക്കെ തോന്നുന്നത്. നീ മിടിക്കുക. ഈ കത്ത് നീ അവിടെ നിന്ന് അടിച്ചോണ്ട് പോകുന്നില്ലേ? അയ്യോ സുലു, സുലു, നീ എന്തിനാടി കരയുന്നേ? നിന്നെ ദുർഗ അഭിനന്ദിച്ചതല്ലേ? അതല്ല അപ്പച്ചി, ഞാൻ ഇത്രയും കഴിവുള്ളവളാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞതാ അപ്പച്ചി. അയ്യോ പാവം. അതെ, ഇന്ന് ഏതായാലും സന്തോഷത്തിന്റെ ദിവസാ. ആ മാറണ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലേ? അതെ, എല്ലാം എന്റെ ആതിര മോളുടെ ഭാഗ്യം. ഇനി
ഇനിയാണ് നമ്മുടെ നിർണായക നീക്കങ്ങൾ. തുളസി തന്നെ ആദ്യം കൊണ്ട് ആതിരയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. ആ അവസ്ഥയിലേക്ക് നമുക്ക് തന്ത്രപരമായിട്ട് കാര്യങ്ങൾ എത്തിക്കണം. അതെങ്ങനെ ദുർഗാന്റി? അതിനുള്ള വഴികളൊക്കെ ഞാനും അപ്പച്ചിയും കൂടി കണ്ടുപിടിച്ചോളാം. നീ ഞങ്ങള് പറയുന്നൊന്ന് അനുസരിച്ചാ മതി കേട്ടോ. അപ്പൊ ഞാൻ അപ്പച്ചിക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാം. എന്നാ പിന്നെ നടക്കട്ടെ. അവിടെ നിന്നെ ഇതെന്തിനാ നിനക്ക്? പൊയ്ക്കോ, പൊയ്ക്കോ. നീ ഒന്ന് പോയ കണ്ട വായിച്ചു പഠിച്ചു. പ്രിയാന്റി? പ്രിയാന്റിയോ? ആരുടെ പ്രിയാന്റി? അല്ല, നീ എന്താ പതുങ്ങി പതുങ്ങി ഇവിടെ? രാത്രികാലത്ത് കോഴിയെ പിടിക്കാൻ കുറുക്കന്മാരിറങ്ങുന്ന പോലെ. ബെഡ്റൂമിലെ കുളിമുറിയിലെ എത്തി നോക്കി വീഡിയോ മറ്റോ പിടിക്കാൻ വന്നതാണോ? എന്താ പ്രിയാന്റി ഇത്? അല്ല, അതാണല്ലോ നിന്റെ പണി. നിന്നെ കൊണ്ട് ഇത്തരം നാണം കെട്ട ഏർപ്പാടുകളൊക്കെ ചെയ്യിക്കാൻ നിനക്കൊരു അമ്മൂമ്മയുണ്ടല്ലോ. എന്താ മാമൻസോ? അയ്യോ, മാമൻസ് അല്ല, മാമോസ്. എന്തെങ്കിലും ആവട്ടെ, നീ പോയേ. ഇനി ഇവിടുന്ന് വീഡിയോ പിടിക്കാൻ വന്ന നിന്റെ കാരണം ഞാൻ അടിച്ചു പൊളിക്കും. നീ ഒരു വീഡിയോ പിടിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. പോയേ. അതെ, ജയേട്ടനെങ്ങാനും കണ്ടുവന്ന നിന്റെ ചൂരലിനടിക്കും. ഒന്ന് പോയേ. അതെ, ഞാൻ തുളസി ഒന്ന് കാണാൻ വന്നതാ. തുളസിയോ? തുളസി നിന്റെ ശത്രുവല്ലേ? അവൾക്കിട്ട് വേല വെച്ച് ഇവിടെ വരെ എത്തിച്ചില്ലേ നീ? അവളെ കാണാനൊന്നും നോക്കില്ല. നീ നിന്റെ പാട്ടിന് പോയേ. അവള് തുളസിയെ കാണാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയുണ്ടല്ലോ ഒരു വെള്ളച്ചൽ പിടിച്ച സാധനം. പ്രിയാന്റി, ഞാൻ തുളസി ഒന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ പോയിക്കോളാം. വേണ്ട, നീ നിന്റെ കാര്യം നോക്കി പോയേ. പ്രിയാന്റി. അല്ല, തുളസി എന്തിനാ നീ കാണുന്നേ? അവൾക്കൊരു സാധനം കൊടുക്കാനാ. അത് കൊടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എന്തു കൊടുക്കാൻ? പ്രിയാന്റി, ദേവമംഗലത്തുനിന്ന് ആ സുലു ആന്റി വന്നപ്പോഴേ അറിയാതെ ഒരു കാര്യം കയ്യിൽ എടുത്തു പോയി. അത് തിരികെ കൊടുക്കാൻ വന്നതാ ഞാൻ. കൊടുത്തിട്ട് അപ്പൊ തന്നെ പോയിക്കോളാം. എന്താ അവൾക്ക് കൊടുക്കാനുള്ളത്? ഇങ്ങോട്ടാ, ഞാൻ കൊടുത്തേക്കാം. അത് തുളസിയുടെ കൈ തന്നെ കൊടുക്കേണ്ടതാ ആന്റി. കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ആ നിമിഷം ഇവിടുന്ന് പോയിക്കോളാം. കൊടുത്തിട്ട് അപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. ഉടനെ തന്നെ പോയിക്കോളാം ആന്റി. അവിടെ നിന്നേ. ദേ, ഇനിയും എന്തെങ്കിലും വേലത്തരം ചെയ്യാനാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊന്നുകളയും. കേട്ടോടി? ചെല്ല്. ദൈവമേ, ഞാൻ എഴുതി വെച്ച ആ എഴുത്തെവിടെ പോയി? ഇവിടെ ഇരുന്നതാണല്ലോ. ആരെങ്കിലും എടുത്തോണ്ട് പോയോ? ഇതല്ലേ നീ തരയുന്നത്? ഈ എഴുത്ത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതിവിടുന്ന് സുലു ആന്റി വന്ന് എടുത്തിട്ട് പോയതാ. ഞാൻ എഴുതി വെച്ചിരുന്ന എഴുത്ത് എടുത്തോണ്ട് പോവാൻ അവർക്ക് എന്താ കാര്യം? അത് സുലു ആന്റിക്ക് ഒരബദ്ധം പറ്റിയതാ. അവർക്ക് അതിൽ നല്ല വിഷമമുണ്ട്. ഞാൻ അവരെ ഒത്തിരി വഴക്ക് പറയുകയും ചെയ്തു. തുളസി, നീ പേടിക്കൊന്നും വേണ്ട, വിഷമിക്കും വേണ്ട. ഈ എഴുത്തെ ഞാനും സുലു ആന്റി മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഈ കത്തിൽ നീ എഴുതിയിരിക്കുന്ന കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇത് മറ്റാരെയും കാണിക്കാതെ നിനക്ക് തന്നെ ഞാൻ തിരിച്ചു കൊണ്ട് തന്നത്. നിന്നോട് എനിക്കിപ്പോ സ്നേഹമുണ്ട്.
ബഹുമാനവും ഉണ്ട്. അതുകൊണ്ടാ ഞാൻ ഈ കത്തുമായിട്ട് നേരിട്ട് നിന്നെ കാണാൻ വന്നത്. നിന്നെ പോലെ തന്നെ ആദ്യേട്ടനെ പ്രാണൻ തുല്യം സ്നേഹിച്ചവളാ ഞാൻ. ദുർഗാന്റെയും മാമൂസും ആദ്യേട്ടനോടുള്ള എന്റെ സ്നേഹത്തിന് അനുകൂലമായി നിന്നപ്പോ ആദ്യേട്ടൻ എന്റെ മനസ്സിലാകെ നിറഞ്ഞു. പിന്നെ ആദ്യേട്ടനെന്ന് വെച്ചാ എനിക്കൊരു തരം ഭ്രാന്തായിരുന്നു. ആദ്യേട്ടന്റെ താലി എന്റെ കഴുത്തി വീഴാൻ ഞാൻ ആവുന്നത്ര കാര്യങ്ങൾ ചെയ്തു. കല്യാണ മണ്ഡപത്തിൽ 2 വട്ടം കയറി. 2 വട്ടവും നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു. അങ്ങനെ ഞാൻ ഒരു കോമാളിയായി. ഒടുവിൽ ഒരു നിർവാഹവും ഇല്ലാതെ എന്റെ ആദ്യേട്ടനെ ഞാൻ ഉപേക്ഷിച്ചു. ആദ്യേട്ടനെ സ്വന്താക്കാൻ എനിക്ക് ഭാഗ്യമില്ലെന്ന് ഞാൻ കരുതി. ആരോടും പറയാതെ തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞുപോയി. തിരികെ പോവാന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാ സുലു ആന്റി ഈ കത്തുമായി വരുന്നത്. നിന്റെ എഴുത്തിലെ വരികൾ വായിച്ചപ്പോ എന്റെ മനസ്സിലെ ആ പഴയ മോഹങ്ങൾ പിന്നെ ഉണർന്നു. നീ എനിക്ക് പ്രതീക്ഷകൾ തന്നു. മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിലും ആദ്യേട്ടൻ വീണ്ടും വീണ്ടും എന്റെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വന്നു. ആദ്യേട്ടൻ എന്റെ കഴുത്തിൽ താലി ചാർത്തുന്നതായി ഞാൻ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി. തുളസി, നീ ഇനിയും എന്നെ സങ്കടപ്പെടുത്തരുത്. ഇനിയും എന്റെ ഹൃദയത്തിന് മുറിവേറ്റാൽ എനിക്കത് താങ്ങാനാവില്ല തുളസി. നീ കരയണ്ട. ആദിയുടെ ജീവിതത്തിൽ ഇനി ഞാനുണ്ടാവില്ല. നീ ഇല്ലെങ്കിൽ ആദ്യേട്ടൻ എന്നെ സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പാ. ഞാൻ പറഞ്ഞല്ലോ, ആദിയുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. എനിക്ക് നിന്റെ ഈ വാക്കുകൾ വിശ്വസിക്കാമോ? മരിക്കേണ്ടി വന്നാലും ഞാൻ വാക്ക് മാറ്റി പറയില്ല. എങ്കിൽ നീ എനിക്കത് സത്യം ചെയ്തു തരണം. എന്ത് പറയുന്നു? നിനക്കെന്നെ വിശ്വാസമില്ലാത്തോണ്ട് ഞാൻ സത്യം ചെയ്തു തരാം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ജന്മം നൽകിയ എന്റെ അച്ഛനും അമ്മയാണ് സത്യം. ആദ്യയുടെ ജീവിതത്തിൽ ഇനി ഞാൻ ഉണ്ടാവില്ല. ഇത് സത്യം, സത്യം, സത്യം. അങ്ങനെ നമ്മുടെ പദ്ധതിയുടെ ആദ്യഘട്ടം വിജയിച്ചു. അവൾ ആതിരയോട് സത്യം ചെയ്തില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണല്ലോ അപ്പച്ചി. തുളസി ഒരു വാക്ക് പറഞ്ഞ ആ വാക്കി നമ്മൾ ഒട്ടും മാറില്ല. ഇനിയിപ്പൊ എന്തിനാ വച്ച് താമസിപ്പിക്കുന്നേ? നമുക്ക് വൈകാതെ ആതിരയുടെയും കല്യാണത്തിലേക്ക് നീങ്ങാം. അവൾ ആദിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുന്നു നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ആതിരയുമായിട്ടുള്ള ആദിയുടെ കല്യാണം 2 പ്രാവശ്യം തകർന്നതാ. ആ 2 പ്രാവശ്യവും ആ കല്യാണങ്ങൾ തകർത്തത് അവളാ, ആ തുളസി. അപ്പച്ചി, ഇനി നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്
നമുക്ക് ആ റൂട്ട് കൂടി ഒന്ന് ക്ലിയർ ആക്കണം. വേറൊന്നുമല്ല, അവളിൽ നിന്നുള്ള വിവാഹമോചനം അത് വാങ്ങണം. ദുർഗ പറഞ്ഞത് ശരിയാ, വിവാഹമോചനം വേണം. അത് കഴിഞ്ഞാലേ നിയമപരമായി ആദിയുടെ ഭാര്യയാക്കാൻ പറ്റൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വിവാഹമോചനത്തിന് അവള് സമ്മതിക്കില്ലേ? പിന്നെന്താ സംശയം? ആ കത്ത് വായിച്ചപ്പോഴേ എനിക്ക് ഉറപ്പായി ആദിയിൽ നിന്ന് തുളസി എന്നേക്കുമായി പിരിഞ്ഞു പോവുകയാണെന്ന്. എന്നാലും എനിക്ക് ഇപ്പോഴും ഒരു സംശയം ബാക്കി അപ്പച്ചി. എന്തായിരിക്കും അവര് തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക് കാരണം? ഒപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? കാര്യം എന്തായാലും നമുക്കെന്താ? നമ്മുടെ കാലത്തെ ആഗ്രഹം പോലെ രണ്ടും രണ്ടു വഴിക്കായില്ലേ? നിന്റെ കാത്തിരിപ്പിനും കണ്ണീരിനും ഒരു ഫലം ഉണ്ടായി. ഇനി ആദിയുടെ ഭാര്യയാവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കും. ഹാപ്പി ആയില്ലേ? അവളുടെ ഒരു നോണം കണ്ടില്ലേ? എന്താ പ്രിയേ, ഉറക്കം വരുന്നില്ലേ? നിനക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പിള്ളേരുടെ കാര്യം ഓർത്തു പോയത് ജയേട്ട. ആ ഒരു ടെൻഷനല്ലേ നമുക്കിപ്പോ നിലവിലുള്ളൂ. എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടിയ ജയേട്ട. തുളസിമോള് ആദ്യം നിന്ന് അകലുന്നത് പോലെ ഒരു തോന്നല്. ആ ഒരു തോന്നല് എനിക്കും ഉണ്ട് പ്രിയേ. അവര് തമ്മിൽ അകലുകയാ. എന്താണ് കാരണമെന്നറിയില്ല. അവൻ അകൽച്ചയൊന്നുമില്ല ജയേട്ട. ഇവളാ ആദ്യം നിന്ന് അകലുന്നത്. ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചറിയണം. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം. നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം അതൊക്കെ. നീ ഉറങ്ങാൻ നോക്ക്. അമ്മ, അച്ഛാ, എന്നെ ശപിക്കരുത്. സ്വന്തം മകളെ പോലെ ഓമനിച്ച് താലോലിച്ച് വളർത്തിയതാ നിങ്ങൾ എന്നെ. അതിനെനിക്ക് നന്ദിയുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്നേക്കുമായിട്ട് ഞാൻ ഇവിടുന്ന് പോവാ. നിങ്ങൾക്കിത് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. എനിക്ക് എന്റെ ആദിയുടെ ജീവൻ രക്ഷിക്കണം. അതിന് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ഞാൻ പോവാ. അപ്പൊ